വത്തിക്കാൻ വോയിസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വീണ്ടും ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണ് മുഖ്യമായും ഈ പ്രോഗ്രാമിലൂടെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഓഗസ്റ്റ് മാസം അവസാനം പരിശുദ്ധ പിതാവ് റഷ്യയിലെ യുവ കത്തോലിക്കരോട് പറഞ്ഞ ഒരു സന്ദേശമാണ്. യുവജനങ്ങൾക്കെല്ലാം പ്രസക്തമാണിത്. പ്രത്യേകിച്ച് അതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പോർച്ചുഗലിൽ കൂടിയ ആഗോള യുവജന ദിനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മാർപ്പാപ്പ ഈ പ്രസംഗം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തുമുള്ള യുവജനങ്ങൾക്ക് പ്രസക്തമാണ് എന്ന് കരുതുന്നത് കൊണ്ടാണ് ഞാനിത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രസംഗത്തിൽ അതിൻ്റെ കേന്ദ്ര ആശയമായി പരിശുദ്ധ പിതാവ് പറഞ്ഞത് യുദ്ധത്തിൻ്റെ ഈ ശൈത്യകാലത്ത് വിൻ്ററിൽ അനുരഞ്ജനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ നിങ്ങൾക്ക് കഴിയണം, യുവജനങ്ങൾക്ക് കഴിയണം എന്ന ആശയമാണ്. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ആഗസ്റ്റ് മാസം 23 മുതൽ 27 വരെ നടന്ന റഷ്യയിലെ കത്തോലിക്ക യുവജനങ്ങളുടെ 10ാമത് ദേശീയ സമ്മേളനത്തിൽ പങ്കെടുത്ത റഷ്യൻ യുവാക്കളോടാണ് മാർപ്പാപ്പ 25-ാം തീയതി ഈ പ്രസംഗം പറഞ്ഞത്. ലിസ്ബണിൽ പോർച്ചുഗലിൽ നടന്ന ലോക യുവജന ദിനത്തിലെ മുദ്രാവാക്യം അതുതന്നെയാണ് ഇവിടെയും മാർപ്പാപ്പ ചിന്താവിഷയമാക്കിയത്. മറിയം എഴുന്നേറ്റ് തിടുക്കത്തിൽ പുറപ്പെട്ടു. ഇതായിരുന്നു ലിസ്ബണിൽ നടന്ന ആ യുവജന സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39-ാം തിരുവചനമാണല്ലോ അത്. ആ വാക്കിനെ ആസ്പദമാക്കി ആണ് മാർപ്പാപ്പ സംസാരിച്ചത്. റഷ്യൻ നഗരത്തിലെ വിശുദ്ധ കത്രീനായുടെ ബസിലിക്കയിൽ ഒത്തുകൂടിയ യുവജനങ്ങളോടാണ് അദ്ദേഹം പറഞ്ഞത്, സമാധാനത്തിൻ്റെ ശില്പികളാകണം നിങ്ങൾ യുവജനം. യുദ്ധത്തിൻ്റെ ഈ ശൈത്യകാലത്ത് വിൻ്ററിൽ അനുരഞ്ജനത്തിൻ്റെ വിത്ത് വിതയ്ക്കാനും നിങ്ങൾക്ക് കഴിയണം. മാർപ്പാപ്പയുടെ പ്രസംഗത്തിൻ്റെ ഒരു പരിഭാഷയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മാർപ്പാപ്പ അവരെ സംബോധന ചെയ്തു, ഈശോയുടെ സമാധാനവും സന്തോഷവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. 3 ആഴ്ച മുമ്പ് ലോകമെമ്പാടുമുള്ള യുവജനങ്ങളോടൊപ്പം നമ്മൾ ലിസ്ബണിൽ ലോക യുവജന ദിനം ആഘോഷിച്ചു. ഇപ്പോൾ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും നിമിഷങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ഇവിടെ ആയിരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ലോക യുവജന ദിനത്തിൻ്റെ ആപ്തവാക്യം മറിയം എഴുന്നേറ്റ് തിടുക്കത്തിൽ പുറപ്പെട്ടു എന്നതാണ്. ആ ആപ്തവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി 3 ആശയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് അതിന്മേൽ കൂടുതൽ പ്രവർത്തിക്കാൻ, ചിന്തിക്കാൻ, ഒരു സംഘമായി ഒന്നിച്ചും വ്യക്തിപരമായും നിങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വിചിന്തനം ചെയ്യാനൊക്കെ അത് സഹായിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. മാർപ്പാപ്പ ഈ സന്ദേശം അവർക്ക് നൽകുന്നത് നമുക്കറിയാം, ഓൺലൈനിലാണ്. മാർപ്പാപ്പ റഷ്യയിൽ പോയില്ല, റഷ്യയിലാണ് സമ്മേളനം നടക്കുന്നത്. അവരുമായി വീഡിയോ കോളിലൂടെയാണ് ഈ സന്ദേശം പകർന്ന് നൽകിയത്. നമുക്ക് അതിലെ 3 ആശയങ്ങളിൽ 1-ാമത്തെ ആശയത്തിലേക്ക് വരാം. 1-ാമത്തെ ആശയം ദൈവം വിളിക്കുന്നു എന്നാണ്, പുറത്തേക്ക് പോകാൻ. ഈ ആശയം മാർപ്പാപ്പ തൻ്റെ പ്രസംഗത്തിൽ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. അത് പ്രധാനമായതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും അദ്ദേഹം ആവർത്തിക്കുന്നത്. തന്നിൽ നിന്ന് ചുരുണ്ടുകൂടിക്കിടക്കാതെ, സ്വാർത്ഥരാകാതെ പുറത്തേക്ക് പോകാൻ നമുക്ക് കഴിയണം, മറ്റുള്ളവരിലേക്ക് പോകാൻ നമുക്ക് കഴിയണം. അതാണ് മാർപ്പാപ്പ ഇതുവഴി പറയാൻ ആഗ്രഹിക്കുന്നത് എന്നത് നമുക്ക് ഓർക്കാം. മാർപ്പാപ്പ പറയാം, ദൈവം നടക്കാനായി നമ്മളെ ക്ഷണിക്കുന്നു. മുന്നോട്ട് പോകാനും പുരോഗമിക്കാനും
അവിടുന്ന് നമ്മെ അയക്കുകയാണ്. അതാണ് വളരെ ലളിതമായ ചിന്തയാണ് മാർപ്പാപ്പ പറയുന്നത്. മറിയത്തെ പോലെ നിങ്ങൾ ഓരോരുത്തരെയും ദൈവം വിളിക്കുന്നു എന്ന് പറയുകയാണ്. അതെ, ദൈവത്താൽ വിളിക്കപ്പെടുന്നു, തിരഞ്ഞെടുക്കപ്പെടുകയും വിളിക്കപ്പെടുകയും ചെയ്യുന്നു. നാം എല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമാണ്. ഈ ഒരു ആശയം നമ്മുടെ എല്ലാം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം. എല്ലാ മനുഷ്യരെ സംബന്ധിച്ചുമുള്ള ഒരു കാര്യം അതാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ്. സ്വയം ചോദിക്കുക, ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടുവോ? ഞാൻ വിളിക്കപ്പെട്ടുവോ? അതെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ദൈവം നിങ്ങളെ വിളിച്ചു. മാർപ്പാപ്പ തർപ്പിച്ച് പറയുകയാണ്, അവിടുന്ന് നിങ്ങളെ പേര് ചൊല്ലി വിളിച്ചു. നാം എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ്, നേടുന്നതിന് മുമ്പ്, നമ്മുടെ കഴിവുകൾക്ക് മുമ്പേ, നമ്മുടെ നേട്ടങ്ങൾക്ക് മുമ്പേ, നമ്മുടെ ഇരുളിനും മുറിവുകൾക്കും മുമ്പേ ദൈവം നമ്മളെ വിളിച്ചു. മാർപ്പാപ്പയുടെ വാക്കുകളാണ്. എല്ലാറ്റിനും മുമ്പേ നാം വിളിക്കപ്പെട്ടു, പേര് ചൊല്ലി വിളിക്കപ്പെട്ടു. ഓരോരുത്തരായി നമ്മൾ വിളിക്കപ്പെട്ടു, വ്യക്തിപരമായി വിളിക്കപ്പെട്ടു. ഇത് ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ്. അതുകൊണ്ട് ഈ വിളി കണ്ടെത്തുക എന്നത് ഓരോ ചെറുപ്പക്കാരെയും സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. കൂട്ടത്തിലേക്കല്ല ദൈവം പോകുന്നത്, ദൈവം ഓരോരുത്തരിലേക്കുമാണ്. വ്യക്തിപരമായാണ് അവിടുന്ന് വരുന്നത്. വന്ധ്യയായിരുന്ന എലീശായിലേക്ക്, കന്യകയായ മറിയത്തിലേക്ക്, അവരിലേക്ക് ദൈവം ചെല്ലുകയാണ്. എലീശായിലേക്കും കന്യകാ മറിയത്തിലേക്കും. 2 വനിതകൾ എന്തിൻ്റെ സാക്ഷികളായി? അവർ ദൈവത്തിൻ്റെ പരിവർത്തന ശക്തിയുടെ സാക്ഷികളായി. ദൈവം പരിവർത്തനപ്പെടുത്തുന്നു. അർപ്പ പറയാണ്, അവൻ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നവനാണ്. ദൈവത്തിൻ്റെ കവിഞ്ഞൊഴുകുന്ന സ്നേഹത്തിൻ്റെ ഈ അനുഭവം നമുക്ക് പങ്കുവയ്ക്കാതിരിക്കാനാവില്ല. ആ ഒരു അനുഭവത്തിലാണ് ക്രൈസ്തവ ജീവിതം നിൽക്കുന്നത്. അതുകൊണ്ടാണ് മറിയം പങ്കുവയ്ക്കാതിരിക്കാൻ മേല. മറിയം എഴുന്നേറ്റ് മടിച്ചു നിൽക്കാതെ തിടുക്കത്തിൽ പുറപ്പെട്ടത്. അവൾക്ക് പെട്ടെന്ന് എഴുന്നേൽക്കേണ്ടിയിരുന്നു. അതാണ് മാർപ്പാപ്പ വാക്കുകളുടെ വ്യാഖ്യാനമാണ്. ദൈവം വിളിക്കുമ്പോൾ നമുക്ക് ഇരിക്കാനാവില്ല, അതൊരു സത്യമാണ്. നമ്മൾ ദൈവത്തിൻ്റെ വിളി കേൾക്കാൻ തയ്യാറാണെങ്കിൽ എപ്പോഴും വിളിക്കുന്ന ആ ദൈവത്തെ കേൾക്കാൻ കഴിയും. നാം തിടുക്കത്തിൽ എഴുന്നേൽക്കണം, അതാണ് പ്രധാനം. ലോകം, നമ്മുടെ സഹോദരൻ, നമ്മുടെ അയൽപക്കത്തുള്ള ആൾ, യാതന പേറുന്ന ആൾ, ദൈവത്തിൻ്റെ പ്രത്യാശ അറിഞ്ഞുകൂടാത്ത ആൾ എന്നിവർക്ക് അത് ലഭിക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മളെ വിളിക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പോകാനാണ്. ഇങ്ങനെയുള്ള ആളുകളിലേക്ക്, നമ്മുടെ സഹോദരങ്ങളിലേക്ക്, നമ്മുടെ ചുറ്റും ജീവിക്കുന്നവരിലേക്ക്, യാതന അനുഭവിക്കുന്നവരിലേക്ക്, പ്രത്യാശയില്ലാതെ ജീവിക്കുന്നവരിലേക്ക് പോകാനാണ് ദൈവം നമ്മളെല്ലാം വിളിക്കുന്നത് എന്ന് ഈ ചെറുപ്പക്കാരോട്, കത്തോലിക്കരായ ചെറുപ്പക്കാരോട് മാർപ്പാപ്പ പറഞ്ഞു. ദൈവത്തിൻ്റെ സന്തോഷം കിട്ടേണ്ടിയിരിക്കുന്നു, അതാണ് പ്രധാനമാണ്. മനുഷ്യർക്ക് ലഭിക്കേണ്ട വലിയ അനുഗ്രഹം അതാണ്. ദൈവത്തിൻ്റെ സന്തോഷം കൊണ്ടുവരാൻ ഞാൻ തിടുക്കത്തിൽ എഴുന്നേൽക്കുന്നു എന്നത് പറയാൻ കഴിയണം. ഇതാണ് ആശയം. ഇതാണ് മാർപ്പാപ്പ അവർ തിടുക്കത്തിൽ പുറപ്പെട്ടു എന്നതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. പുറത്തേക്ക് പോകണമെന്ന് പറയുന്നത് തന്നിൽ തന്നെ ചുരുങ്ങി തൻ്റെതായ ആ ചക്രവാളത്തിൽ മാത്രം ജീവിച്ചാൽ പോരാ എന്ന് പറയുന്നത്. പുറത്തേക്ക് പോകേണ്ടവരാണ് നാം എല്ലാവരും, മറ്റുള്ളവരിലേക്ക് പോകേണ്ടവരാണ്. രണ്ടാമത്തെ ആശയം മാർപ്പാപ്പ പറയുകയാണ്. 3 ആശയങ്ങൾ പറയുമെന്നാണല്ലോ പറഞ്ഞത്. ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവർക്കുമാണ്. സഭ എല്ലാവർക്കും വേണ്ടിയാണ്. ദൈവത്തിൻ്റെ സ്നേഹം, അതിൻ്റെ ആതിഥേയത്വം വഴി തിരിച്ചറിയാൻ ദൈവം എപ്പോഴും സ്വാഗതം ചെയ്യുന്നു. അവിടുന്ന് നമുക്കെല്ലാം ഒരിടം കണ്ടെത്താൻ കഴിയും വിധം സ്ഥലമുണ്ടാക്കുന്നു. ദൈവത്തിൻ്റെ പണി അതാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. ഒരു സ്ഥലം ഒരുക്കുന്നവനാണ് അവൻ. അതിനു വേണ്ടി, അവരിനു വേണ്ടി അവിടുന്ന് സ്വയം ബലി നൽകുന്നു. മറ്റൊരാളുടെ ആവശ്യത്തോട് കരുതലുള്ളവനാക്കുന്നു.
3 മാസം മറിയം എലീശായോടൊപ്പം അവളെ സഹായിച്ചുകൊണ്ട് താമസിച്ചു എന്നാണ് ലൂക്ക എഴുതുന്നത്. സ്നാപക യോഹന്നാൻ, ഈശോ എന്നീ പുതിയ ജീവനുകൾ പിറക്കാൻ ഇടമൊരുക്കുകയായിരുന്നു അവിടെ സംഭവിച്ചത്. ഈ 2 സ്ത്രീകൾ, മറിയവും എലീശായും, അവർ അന്യോന്യം ആശയവിനിമയം ചെയ്തുകൊണ്ട് പരസ്പരം ഇടമൊരുക്കി. സഭ തുറവുള്ള ഹൃദയമുള്ള അമ്മയാണ്. മാർപ്പാപ്പ എപ്പോഴും സഭയെ അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. തുറവുള്ള, എല്ലാവരെയും സ്വീകരിക്കുന്ന ഹൃദയമുള്ള ഒരമ്മയാണ്. സ്വാഗതം ചെയ്യാനും സ്വീകരിക്കാനും അറിയുന്നവളാണ് സഭ. നാം എല്ലാവരും, സഭയെന്ന് പറയുന്ന നാമാണല്ലോ, എല്ലാവരും അങ്ങനെയാണ്. പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ കരുതൽ വേണ്ടുന്നവരെ നമ്മളെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയണം. സഭ സ്നേഹമതിയായ അമ്മയാണ്. എന്നാൽ സ്നേഹിക്കപ്പെടുന്നവരുടെ, വിളിക്കപ്പെടുന്നവരുടെ ഭവനമാണ് സഭ. സഭയെക്കുറിച്ചുള്ള ഏറ്റവും സുന്ദരമായ നിർവചനങ്ങളിൽ ഒന്നാണ്, പരിശുദ്ധ പിതാവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രയോഗമാണിത്. ഒരിക്കൽ കൂടി ഞാനത് പറയുന്നു. നാം ഒക്കെ ആകേണ്ടത്, സഭയെന്ന് പറയുമ്പോൾ വലിയ ആ പള്ളിയൊന്നും അല്ലല്ലോ, നമ്മളൊക്കെയാണ്. നമ്മളെല്ലാം എന്താണ്? സഭയെന്ന് പറഞ്ഞാൽ സ്നേഹമയിയായ ഒരമ്മയാണ്. സ്നേഹിക്കപ്പെടുന്നവരുടെ, വിളിക്കപ്പെടുന്നവരുടെ ഭവനമാണത്. എത്ര മുറിവുകൾ, എത്രമാത്രം നിരാശ! ഒരാൾ സ്വീകരിക്കപ്പെടുമ്പോൾ സൗഖ്യമാക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള ആളുകൾ സ്വീകരിക്കപ്പെടുമ്പോഴാണ് സഭ നമ്മെ സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഒരാളും അധികപ്പറ്റല്ലാത്ത, ആരും അധികമാകാത്ത ഒരു സഭയെ ഞാൻ സ്വപ്നം കാണുന്നത്. മാർപ്പാപ്പയ്ക്ക് സഭയെക്കുറിച്ചുള്ളൊരു സ്വപ്നമാണിത്. ആരും അധികപ്പറ്റാകാത്ത, എല്ലാവരെയും സ്വീകരിക്കുന്ന, ഉൾക്കൊള്ളുന്ന, ആരെ കടക്കണം ആരെ കടക്കരുത് എന്ന് തീരുമാനിക്കുന്ന അതിർത്തിയിലെ നിയന്ത്രണമായി ദയവായി നിങ്ങൾ സഭയെ ആക്കരുതേ എന്ന് മാർപ്പാപ്പ പറയുകയാണ്. കുറേ പേർക്ക് പ്രവേശനം, കുറേ പേർക്കില്ല, ആരെയും തടയരുത് എന്ന് പറയുകയാണ്. ഒരു രാജ്യത്തേക്ക് നമ്മൾ പോകണമെങ്കിൽ എന്തെല്ലാം നിയമങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാവശ്യമില്ല എന്ന് മാർപ്പാപ്പ പറയുകയാണ്. എല്ലാവരും, മാർപ്പാപ്പ ആവർത്തിക്കുകയാണ്, എല്ലാവരും സൗജന്യ പ്രവേശനമാണ്. ഓരോ മനുഷ്യനും അവിടെ പ്രവേശനമാണ്. തന്നെ അനുഗമിക്കാനുള്ള ഈശോയുടെ ക്ഷണം അവരെ അനുഭവിക്കട്ടെ എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഇതാണ് യുവജനങ്ങൾ ഇന്ന് ലോകത്തിന് നൽകേണ്ടത്. ദൈവത്തിന് മുന്നിൽ എങ്ങനെ തോന്നുന്നു എന്ന് കാണട്ടെ. ഈ പാതയിൽ പ്രബോധനങ്ങളും കൂദാശകളുമുണ്ട്. നമുക്ക് സുവിശേഷം ഓർമ്മിക്കാം. സുവിശേഷത്തിലെ 4 കവലകളിലേക്ക് വിരുന്നിനായി വിളിക്കാൻ യജമാനൻ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി എല്ലാവരെയും ക്ഷണിക്കുവിൻ. അതാണ് ആ രംഗം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിലാണ് നാം അത് വായിക്കുന്നത്. കൃത്യം ഈ വചനം 9 ഈ വാക്ക് മറക്കരുത്. എല്ലാവരെയും. മാർപ്പാപ്പ ഇതിനൊരു സ്ട്രെസ് കൊടുത്തുകൊണ്ട്, ഊന്നൽ കൊടുത്തുകൊണ്ടാണ് മാർപ്പാപ്പ പറയുന്നത്. സഭ എല്ലാവർക്കും വേണ്ടിയാണ്. യുവജനങ്ങൾക്കും, വയോധികർക്കും, ആരോഗ്യവാന്മാർക്കും, രോഗികൾക്കും, നീതിമാന്മാർക്കും, പാപികൾക്കും, എല്ലാവർക്കും. ഇതാണ് ഈശോ ഉദ്ദേശിച്ചത്. എല്ലാവരും, എല്ലാവരും. മാർപ്പാപ്പ ആ വാക്ക് വളരെ സ്ട്രെസ് ചെയ്ത് ആവർത്തിച്ച് ഈ പ്രസംഗത്തിൽ പറയുകയാണ്. അതാണ് 2ാമത്തെ ആശയം. ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവർക്കും ഉള്ളതാണ്. സഭ എല്ലാവർക്കും വേണ്ടിയാണ്. അതുകൊണ്ടാണ് തിടുക്കത്തിൽ പോയത് എന്ന ആശയം. 3ാമത്തെ ആശയത്തിലേക്ക് പരിശുദ്ധ പിതാവ് വരികയാണ്. യുവജനങ്ങളും വയോധികരും അന്യോന്യം തുറവുള്ളവരാകുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതൊരു മുഖ്യമായ കാര്യമാണ്. ഈ ആശയവും മാർപ്പാപ്പ വയോധികരെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ആവർത്തിക്കുന്നത് തന്നെയാണ്. അതാണല്ലോ യഥാർത്ഥ സത്യം. അതുകൊണ്ട് തന്നെയാണത്. വയോധികരെ കണ്ടുമുട്ടുന്ന യുവജനങ്ങൾ അതിലൂടെ അവരുടെ ജീവിതത്തിൻ്റെയും അനുഭവങ്ങളുടെയും ധന്യത സ്വീകരിക്കാൻ അവസരമുണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ് പരിശുദ്ധ പിതാവിൻ്റെ മതം, അഭിപ്രായം. എന്താണ് അത്? ഇങ്ങനെ കണ്ടുമുട്ടുന്ന യുവജനങ്ങൾ,
വൃത്തരുമായി സമ്പർക്കത്തിലേർപ്പെടുന്ന, സംവാദത്തിലേർപ്പെടുന്ന യുവജനങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവരുടെ ജീവിതത്തിൻ്റെയും അനുഭവങ്ങളുടെയും ധന്യത സ്വീകരിക്കാൻ അവസരമുണ്ടാക്കുന്നു. അനുഭവങ്ങൾ ധാരാളമുള്ളവരാണ് വയോധികർ, മുതിർന്നവർ. അവരിൽ നിന്നാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്, നമ്മുടെ വേരുകൾ കണ്ടെത്തുന്നത്. അതൊരു ഭയങ്കര സംഭാവനയാണ് അവർ നൽകുന്നത് വയോധികർ. അതുപോലെ യുവജനങ്ങളെ അഭിമുഖീകരിക്കുന്ന വയോധികർ അവരിൽ പ്രത്യാശ നിറഞ്ഞ ഒരു ഭാവി വാഗ്ദാനത്തെ കാണുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ യുവജനങ്ങൾ, മാർപ്പാപ്പ അവരോട് പറയുകയാണ്, വയോധികരുമായി സംവാദത്തിൽ ഏർപ്പെടേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ മുത്തശ്ശി മുത്തശ്ശന്മാരുമായി സംസാരിക്കണം. ഒരു കാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ഭാഗ്യം അതാണ്, ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. പേരക്കിടാങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യം മുത്തശ്ശി മുത്തശ്ശന്മാർ. കാരണം നമ്മുടെ ചെറുപ്പക്കാരും അവരുടെ കുഞ്ഞുങ്ങളെല്ലാം വിദേശത്തേക്ക് പോകുന്നു. വല്യപ്പനും വല്യമ്മയും ഒക്കെ ഇവിടെ ഈ നാട്ടിലാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ മാറി താമസിക്കുമ്പോൾ പലതരത്തിലുള്ള ഒരു അകൽച്ച ഉണ്ടാകുന്നു. രണ്ടു കൂട്ടർക്കും നല്ലതാണ് അവരൊന്നിച്ച് സമ്പർക്കത്തിലേർപ്പെടുന്നത്. നിങ്ങളുടെ മാതാപിതാക്കൾക്കും അപ്പുറത്തേക്ക് പോകുന്ന ജീവിതാനുഭവങ്ങളെ ശ്രമിക്കേണ്ടതാണ്. യുവജനങ്ങളോട് പറയുകയാണ്, മാതാപിതാക്കന്മാരും ചെറുപ്പക്കാരാണ്, മധ്യവയസ്കരാണ് നിങ്ങൾ കുഞ്ഞുങ്ങളാകുമ്പോൾ. അതിനും അപ്പുറത്തേക്ക് പോകുന്ന ജീവിതാനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നത് പ്രായം ചെന്നവരിൽ നിന്നാണ്. മറിയവും എലീശയും തമ്മിലെ കണ്ടുമുട്ടൽ രംഗം സ്വപ്നങ്ങൾ നിറഞ്ഞതാണ്. മാർപ്പാപ്പ പറയുകയാണ്, മറിയം ചെറുപ്പക്കാരിയാണ്, എലീശ വലിയ പ്രായം ചെന്ന ആളാണ്. വാർദ്ധക്യത്തിലാണ് അവൾ അമ്മയാകുന്നത്. അത്ഭുതകരമായി ദൈവത്തിൻ്റെ ഇടപെടൽ വഴി നടക്കുന്നത്. യുവതിയും സ്വപ്നം കണ്ടു, വയോധികയും സ്വപ്നം കണ്ടു. നമുക്കറിയാമല്ലോ, ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന അവൾക്ക് കുഞ്ഞിനെ ലഭിക്കുന്നത്. ഈ സ്വപ്നങ്ങൾ കാണാനുള്ള ശേഷി, നാളെയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് അതാണ് തലമുറകളെ നിലനിർത്തുന്നതും ഒന്നാക്കുന്നതും എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഈ സ്വപ്നം കാണാൻ അത് പ്രത്യാശ നൽകുന്ന കൊച്ചുങ്ങളോടുള്ള ബന്ധത്തിലാണ് മാതാപിതാക്കന്മാർ കഴിയുന്നത്, വല്യപ്പനും വല്യമ്മയ്ക്കും കഴിയുന്നത്. അതുണ്ടാകണം. ജോയൽ പ്രവാചകൻ ഇതാണല്ലോ പറഞ്ഞത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പുസ്തകം, ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 28 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങളും ഉണ്ടാകും. രണ്ടും കൂടെ ഒന്നിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. ഈ രീതിയിൽ വയോധികർ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നു. ജനാധിപത്യം, രാജ്യങ്ങളുടെ ഐക്യം, യുവജനങ്ങൾ പ്രവചിക്കുന്നു. അവർ പരിസ്ഥിതിയുടെയും സമാധാനത്തിൻ്റെയും ശില്പികളാണ്. അപ്പം ജനാധിപത്യം, രാജ്യങ്ങളുടെ ഐക്യം എല്ലാം നമുക്കറിയാമല്ലോ. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിഞ്ഞ് അതിർത്തികൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പരിസ്ഥിതിയുടെയും സമാധാനത്തിൻ്റെയും ശില്പികളാകണം. യുവജനങ്ങളാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. നമ്മുടെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇന്ന് ലോകം നേരിടുന്നത്, മാർപ്പാപ്പ ആകുലതയോടെ എപ്പോഴും പറയുന്ന വിഷയങ്ങളിൽ ഒന്നാണ് പരിസ്ഥിതി. അടുത്ത കാലത്ത് മാർപ്പാപ്പ അതിൻ്റെ 2-ാം പതിപ്പ് ഇറക്കിയിട്ടുണ്ട്. ആദ്യം എഴുതിയ പരിസ്ഥിതിയിലെ പുസ്തകത്തിൻ്റെ ലേഖനത്തിൻ്റെ 2-ാം ഭാഗം വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ യുവജനങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്താലേ ഈ ലോകത്തിന് അനുഗ്രഹമായി തീരുകയുള്ളൂ. വർഷങ്ങളുടെ വിവേകമുള്ള എലീശ അവൾ വയോധികയായിരുന്നു. യുവതിയും കൃപ നിറഞ്ഞവളും ആത്മാവിനാൽ നയിക്കപ്പെട്ടവളുമായി മറിയത്തെ ശക്തിപ്പെടുത്തുന്നു. എലീശ മറിയത്തെ ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് മാർപ്പാപ്പ, പ്രിയ യുവജനങ്ങളെ, സുദീർഘമായൊരു പ്രഭാഷണം നടത്താൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. പാലങ്ങൾ പണിയുന്നവരാകാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. തലമുറകൾ തമ്മിലുള്ള പാലങ്ങൾ പണിയുന്നവർ. ബന്ധം വേണം, ബന്ധം വിച്ഛേദിച്ച് കളയരുത്, വിടവുണ്ടാക്കരുത്. നിങ്ങളുടെ മുന്നേ പോയവരുടെ സ്വപ്നങ്ങളെ തിരിച്ചറിയുന്നവരാകണം നിങ്ങൾ. തലമുറകൾ തമ്മിലുള്ള കൂടിച്ചേരൽ ഒരു ജനതയുടെ സംസ്കാരത്തെയും ചരിത്രത്തെയും സജീവമായി നിലനിർത്തും എന്ന കാര്യം മറക്കരുത്. യുവ റഷ്യക്കാരെ അവരോടാണ് പറയുന്നത്. നമ്മുടെ ലോകത്തെ ബാധിച്ചിരിക്കുന്ന, എങ്ങും ലോകത്തെ ബാധിച്ചിരിക്കുന്ന, അത് എല്ലായിടത്തും ഒന്ന് തന്നെയാണ്, എങ്ങും കാണപ്പെടുന്ന ഒരുപാട് ധ്രുവീകരണങ്ങളുടെ മധ്യേ, അങ്ങോട്ടും ഇങ്ങോട്ടും ധ്രുവീകരണം നടക്കുകയാണ്. ഒട്ടേറെ സംഘർഷങ്ങളുടെ മധ്യേ
സമാധാനത്തിൻ്റെ ശില്പികളാകാനുള്ള വിളി നിങ്ങൾക്കുണ്ടാകട്ടെ. ചെറുപ്പക്കാർ അതിന് മുന്നോട്ട് വരണം. അനുരഞ്ജനത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. യുദ്ധത്തിൻ്റെ ഈ ശൈത്യകാലത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും നടക്കുകയല്ലേ, ഒരു കൊല്ലം കഴിഞ്ഞു. നമുക്കറിയാം, മരവിച്ച മണ്ണിൽ ആ ചെറു വിത്തുകൾക്ക് മുളയ്ക്കാനാകില്ലെങ്കിലും ഭാവിയിൽ അവ കിളിർത്ത് തളിർക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ലിസ്ബനിൽ ഞാൻ പറഞ്ഞ പോലെ സ്വപ്നങ്ങൾ കൊണ്ട് ഭയങ്ങളെ മാറ്റുക, സ്വപ്നങ്ങൾ കൊണ്ട് ഭയങ്ങളെ മാറ്റുക, സ്വപ്നങ്ങൾ കൊണ്ട്, അത് ആവർത്തിച്ച് പറയുകയാണ്, ഭയങ്ങളെ മാറ്റുക, പേടികളെ മാറ്റുക. ഭയത്തിൻ്റെ മേൽനോട്ടക്കാരല്ല, സ്വപ്നങ്ങളുടെ സംരംഭകരാകുക. പ്രിയപ്പെട്ടവരെ, മനോഹരമായൊരു സന്ദേശമാണ് യുവജനങ്ങൾക്ക് നൽകപ്പെട്ടത്. സ്വപ്നങ്ങളും പ്രത്യാശകളും അനുഭവങ്ങളും കൂട്ടിച്ചേർത്ത് ഈ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തമാണ് മാർപ്പാപ്പ പറയുന്നത്. റഷ്യൻ യുവതയ്ക്ക് മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ യുവജനങ്ങൾക്കും, നമ്മുടെ നാട്ടിലുള്ള നമുക്കും എല്ലാം ഈ ചിന്തകൾ ഉപകാരപ്രദമാണ്, ശക്തമാണ്, നമ്മളെ പ്രത്യാശ നിർഭരാക്കുന്നതാണ്. മാർപ്പാപ്പയുടെ മറ്റൊരു സന്ദേശവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു.